എൻ്റെ ഈ ശിരസിലൊന്നും പറ്റി. മൂന്നാമത്തെ അടി എൻ്റെ ശിരസിലായിക്കോട്ടെ. ആരാണ് ഇതിനെയൊക്കെ ചവിട്ടിത്താത്തി പാതാളത്തിലേക്ക് വിട്ടുവെന്നും ഒരു എല്ലാ വർഷവും ബലി എല്ലാവരെയും കാണാൻ വരണമെന്നൊക്കെ ആരുണ്ടാക്കിയ കഥയാണെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. എന്തായാലും പൂവിടുന്നത് തൃക്കാക്കരയപ്പനാണ്. വാമനമൂർത്തിയുടെ പിറന്നാളാണ് തിരുവോണം. എല്ലാം ആഘോഷിക്കുന്നതും എതിരേക്കുന്നതും എല്ലാം വാമനമൂർത്തിയെയാണ്. എവിടെ നിന്നാണ് കഥകളുണ്ടായെന്നൊന്നും അറിയില്ല. തൃക്കാക്കരയപ്പനെയാണ്. ബലി എന്തായാലും നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകച്ഛം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കേരളം ഭരിച്ചത് ബലിയാണെന്നൊക്കെ പറഞ്ഞാൽ ഏത് കാലത്ത് ബലി കേരളം ഭരിച്ചു? കേരളം അന്ന് ഉണ്ടായി. പരശുരാമാവതാരത്തിൽ കേരളം ഉണ്ടായി എന്ന് പറയും. ഇത് വാമനാവതാരമാണ്. ആലോചിച്ചു, കേരളം ഉണ്ടായത്. അതിനു മുമ്പ് ഒരു ബലി ഭരിച്ചോ? ആരോ ഒരാൾക്ക് തോന്നിയ പോലെ ഏതോ ഇവിടെ എപ്പോഴോ ഒരു കവിത എഴുതി വെച്ചു. ആ കവിത ചൊല്ലി പിന്നെ എല്ലാവരും അത് പാട്ടാക്കി. എന്നിട്ട് ഇപ്പം തിരുവോണം ആകുമ്പോഴത്തേക്കും മഹാബലി എന്ന് പറഞ്ഞ് കൊടവേറന്മാർക്കൊക്കെ നല്ല കോളാണ്. കൊടവേറും കുലുക്കി അങ്ങനെ എല്ലാ കടയുടെയും മുമ്പിൽ അങ്ങനെ നിൽക്കും. നമ്മൾ ജന്തുക്കൾ, നമ്മൾ തന്നെ ജന്തുക്കൾ അതാണ് അങ്ങനെ നിർത്തും. ആര് പറഞ്ഞു മഹാബലി ഇതുപോലെ? ഉത്തമനായ ഒരു ഭക്തനല്ലേ മഹാബലി. ആ മഹാബലി ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണെങ്കിൽ ഇത് നടക്കുമോ? കാര്യം തന്നെ ഉണ്ടാവും അല്ലേ? നമ്മളത് അതിനപ്പുറം സഹന ശക്തി അങ്ങേയറ്റം അതാണ്. അല്ലാണ്ട് ഇപ്പം വാട്സപ്പിൽ ഈ വർഷം വന്നോ ബലി നല്ലൊരു സുന്ദരക്കുട്ടനായിട്ട് ഇതാണ് ബലി എന്ന് പറഞ്ഞിട്ട്. ബലി ഇത്ര കുടവേറിനാന്ന് ആര് പറഞ്ഞു? ശരിക്കും കുടവേറൊക്കെ വെച്ച് എൻ്റെ പൊന്നെ ആ സമയത്ത് ഓരോ കടയുടെ മുമ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കാണണം. എല്ലാം കുലുക്കി 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 ഇങ്ങനെ നിൽക്കുകയാണ്. ആലോചിച്ചു, നമ്മളിതൊക്കെ കണ്ട് ചിരിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചിരിക്കുക വെട്ടിയാണ് അല്ലേ? ബലി ഒരിക്കലും ഒരു ഹാസ്യ കഥാപാത്രമാക്കിയിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഭഗവാന്റെ ഉത്തമനായ ഭക്തനാണ്. ഭഗവാൻ ബലിയോട് പറഞ്ഞ ബലേ അഹങ്കാരമായിപ്പോയില്ലേ? അവിടുന്ന് എപ്പോഴും അംഗീകരിച്ചിരുന്നതല്ലേ ഈ 14 ലോകത്തിൻ്റെ ഈ നാഥൻ ഞാനാണെന്ന്? അവിടുന്ന് എങ്ങനെ പറഞ്ഞു അങ്ങനെ? അതല്ലെങ്കിൽ തന്നെ ദേവന്മാരുടെ അല്ലേ സ്വർഗം അതിക്രമിച്ച് അവിടെ കയറാൻ പറ്റുമോ? അവിടത്തേക്കുള്ള സ്ഥാനം സുതലമല്ലേ, പാതാളമല്ലേ? ഇതാ അങ്ങനെ സുതലം എന്ന് പറഞ്ഞാൽ സുതലം സ്വർഗ്ഗവിപ്രാർത്ഥ്യം. സ്വർഗത്തിലുള്ളവർ പോലും സുതലത്തിൽ ചെല്ലാൻ കൊതിക്കുന്നു അത്രേ. അങ്ങനെയുള്ള സുതലത്തിലേക്ക് ഇതാ ബലിയെ വിടുന്നു. അവിടെ പ്രഹ്ലാദം വന്നിട്ട് പറഞ്ഞോ, നേവം വിരിഞ്ചോ. ആ ബ്രഹ്മാവിനോ ലക്ഷ്മിക്കോ അല്ലെങ്കിൽ മഹാദേവനോ ഒന്നും അല്ല ഇന്ന് വരെ ഒരാൾക്കും കിട്ടാത്ത അനുഗ്രഹമല്ലേ ഭഗവാനെ അവിടുന്ന് എൻ്റെ കുട്ടിക്ക് കൊടുത്തത്. ആ ശിരസിലേക്ക് പാദം കൊണ്ട് സ്പർശിച്ചില്ലേ? നമ്മൾ ചെന്ന് ഭഗവാനെ അങ്ങനെ നമസ്കരിക്കുമ്പോൾ ആ കുഞ്ഞ് കാലുമൊക്കെ നമ്മുടെ തലയിലൊന്ന് വെച്ചാൽ വലിയ അപരാധമായി പോയോ? ആലോചിച്ച് നോക്കൂ, അനുഗ്രഹം അല്ലേ? അപ്പൊ അത് ചെയ്തതിനാണ് എല്ലാവരും ചവിട്ടിത്താത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയണം. അവരെല്ലാവരും അല്ല, നമ്മൾ തന്നെ പറയണം. പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ആ മഹാബലിയുടെ കഥ പറഞ്ഞു. അതിനു മുമ്പ് അമൃതത്തിന്റെ കഥ പറയുമ്പോൾ പാലാഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. ശുദ്ധമായ അന്ധകരണം, വെളുത്ത പാലാഴി. അവിടെ പറഞ്ഞത് ഭഗവാൻ ധാരാളം ഔഷധ സസ്യങ്ങളെ ഇവിടെ കൊണ്ടിടൂ എന്നാണ്. പാലാഴിയിൽ ഔഷധ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നതൊക്കെയാണ്. വേദാന്ത ശ്രവണം, ശാസ്ത്ര ശ്രവണം, അതൊക്കെയാണ്. എന്നിട്ട് പിന്നെ കടയാൻ എന്തിനെ കൊണ്ടുവരാൻ പറഞ്ഞു? മന്ദരപർവ്വതത്തിനെ കടയാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വാസുകി എന്ന് പറഞ്ഞ ആരാ? ഞാൻ എന്ന് പറഞ്ഞ അഹങ്കാരം ഉണ്ടല്ലോ, അതാണ് വാസുകി. ബുദ്ധി, അതാണ് മന്ദരപർവ്വതം. ഇതാ അവിടെ കടയണു. ദേവന്മാരും അസുരന്മാരും കടയണു എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഉള്ളില് ദേവന്മാരുണ്ട് അസുരന്മാരുണ്ട്. ദേവന്മാർ 33 കോടിയാണെങ്കിൽ അസുരന്മാർ 66 കോടിയാ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഒരു ചിന്തയുണ്ടെങ്കിൽ അതിനപ്പുറത്ത് അതിൻ്റെ ഇരട്ടിയുണ്ട് വേണ്ടാത്ത ചിന്ത. മനസ്സിലേക്ക് തന്നെ നോക്കിക്കോളൂ. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നോക്കണ്ട, അവനവൻ്റെ മനസ്സിലേക്ക് തന്നെ നോക്കൂ. അവനവൻ്റെ മനസ്സിലേക്ക് നോക്കി ഈ മനസ്സൊന്ന് നേരെയാക്കി തരണം. അതാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആ മനസ്സിലെ ചിന്തകൾ നമ്മൾ തന്നെ ഒന്ന് അപഗ്രഥിക്കണം. അതാണ് വേണ്ടത്. അപ്പോഴാണ് ഇത് ശരിയായി വരുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ ആർക്ക് ശരിയാക്കാൻ പറ്റും? നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ വേറൊരാൾക്ക് നേരെയാക്കാൻ പറ്റുമോ? ഒന്നും സാധിക്കില്ല. നമ്മൾ തന്നെ ഇതിനെ നേരെയാക്കണം. ഇത് ശരിയാവൂ. അപ്പം അങ്ങനെ ആ ബുദ്ധി, അതിനെ മന്ദരപർവ്വതം, അതിനെ വാസുകി എന്ന് പറഞ്ഞ അഹങ്കാരം, ഞാൻ ഇതാ മന്ദരപർവ്വതം താന്നു പോയി അത്രേ പറഞ്ഞാലും ഉറങ്ങിപ്പോയിന്നാ. മന്ദരപർവ്വതം താങ്ങി ഉറങ്ങിപ്പോയപ്പോൾ ആര് വന്നു? കൂർമ്മമൂർത്തിയായിട്ട് ഭഗവാൻ വന്നു. ഭഗവാനെ വിളിക്കണം.
എന്നാലേ നടക്കുള്ളൂ. ഈ ഉറക്കം വരില്ലേ ഇരുന്നാലേ. അത് തന്നെയാണ് ഈ മന്ദരപർവ്വതം പോയെന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് മണ്ണുണ്ട്. അധികം സമയം ആയില്ല തുടങ്ങിയിട്ട്. എന്നിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാഭാവികമായിട്ട് എന്തായി പോകും. അതങ്ങനെയാ പറയും. സാധാരണ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പീരീഡ് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഇൻ്റർവെല്ല. കാരണം അതിന് കൂടുതൽ ബുദ്ധിയെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഒത്തിരി സമയം പറഞ്ഞാൽ ഉറങ്ങിപ്പോകും നമ്മൾ. പക്ഷെ ഇത് ഇത്രയല്ലേ ആയുള്ളൂ. ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പ്രഭാഷണം എത്രയും ബോറാണ്. അല്ല ഇങ്ങനെ എല്ലാവരും ഉറങ്ങിപ്പോകുന്നു. അപ്പം അങ്ങനെ തോന്നുന്നൊന്നുമില്ല. ഞാനിവിടെ ഇത് കാണല്ലേ എല്ലാവരും. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവർക്ക് ആർക്കും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കാണാൻ പറ്റില്ല. പക്ഷെ എനിക്കിവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഓരോരുത്തരെയും വേറെ 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 കാണാം. അല്ലേ ഞാനീ പറഞ്ഞ ഇന്നലെയൊക്കെ ഇങ്ങനെയായിരുന്നു. ഇന്നലെ ചിലപ്പോൾ ഇങ്ങോട്ട് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെയാ. പക്ഷെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോവില്ലേ. ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ ഒട്ടും പുറകിലല്ല, നിങ്ങളെക്കാലൊക്കെ മുമ്പിലായിരിക്കും. ഒക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ എന്നാലും പറഞ്ഞാലല്ലേ നിങ്ങളൊന്ന് ഉണരുള്ളൂ. അതുകൊണ്ട് പറയണതാണ്. അപ്പം അങ്ങനെ മന്ദരപർവ്വതം താന്നുപോയി, ഉറങ്ങിപ്പോയി. അപ്പം എന്ത് വേണം? ഭഗവാനെ വിളിക്കണം. ഭഗവാൻ എന്താ കൂർമ്മമൂർത്തിയായിട്ട് വന്ന് അതിനെ ഉയർത്തി കൊടുക്കണോ? ഏറ്റവും ആദ്യം അതിൽ നിന്ന് വന്നത് കാളകൂട വിഷമാണ്. കാളകൂട വിഷം എന്ന് പറഞ്ഞാലോ, ജന്മാന്തരങ്ങളിൽ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലമായ വാസനകള്. ആ വാസനകൾ പോണ ഉള്ളിൽ നിന്ന്. എന്നാലേ ഭഗവാനെ കിട്ടുള്ളൂ. വേണ്ടാത്തതൊക്കെ തോന്നില്ലേ ആ വാസനകൾ കൊണ്ടാ. ആ വാസനകൾ പോണം. അതാണ് കാളകൂട വിഷമായിട്ട് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ. അതിന് എന്ത് വേണം? നമഃശിവായ ജപിക്കണം. മഹാദേവനെ വിളിച്ചു. മഹാദേവന് മാത്രമേ വിഷം പാനം ചെയ്യാൻ പറ്റുള്ളൂ അത്രേ. മഹാദേവനെ വിളിച്ചു, നമഃശിവായ ജപിക്കൂ എന്താ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ പിന്നെ ഓരോന്ന് ആ വാസനകള് എല്ലാം കാളകൂട വിഷമങ്ങ് പോയി കഴിഞ്ഞപ്പോ പിന്നെ ഓരോന്ന് പൊങ്ങി വരാൻ തുടങ്ങി. സിദ്ധികളൊക്കെ വരുന്ന അങ്ങനെ ആകുമ്പോഴേ ഇത്ര എളുപ്പമൊന്നുമല്ല. പറഞ്ഞപ്പോ 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ആദ്യം വന്നത് കാളകൂട വിഷം. അതാണിപ്പോ പറഞ്ഞത്. കാളകൂട വിഷമാണ് ഏറ്റവും ആദ്യം അതിൽ നിന്ന് ഉയർന്നു വന്നത്. കാളകൂട വിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മാന്തരങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം, വാസന, അനുഭവിച്ച സുഖങ്ങളൊക്കെ ഇല്ലേ ഉള്ളിലങ്ങനെ കിടപ്പുണ്ടേ. അതിനി ഒരവസരം വരുമ്പോ പൊക്ക എന്ന് പറയും. പോവാതിരിക്കണമെങ്കിലോ അതങ്ങനെ ഉള്ളില് മുള പൊട്ടി വരാതെ പോലും ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഇന്നലെ അജാമിളന്റെ കഥ പറഞ്ഞപ്പോ പോലെ മുറ്റത്തെ പുല്ല് ചെത്തിക്കളഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? വേരോടെ പറിച്ചു കളയണം. ഈ വാസനകൾ ഇങ്ങനെ വേരോടെ പറിച്ച് കളയണം. അതിനെന്ത് വേണം? നാമം ജപിക്കണം. ഭഗവാൻ സ്മരണ ഉണ്ടാവണം. നമഃശിവായ ജപിക്കണം എന്നാണ്. സിദ്ധികൾ വരും. അത് കഴിഞ്ഞാല് പല പല സിദ്ധികള്. അതിൻ്റെയൊക്കെ പുറകെ പോയാൽ കഴിഞ്ഞു. എന്താണ് ആവശ്യം? ആവശ്യം ഏകാഗ്രതയാണ്, മോക്ഷമാണ്, അമൃതാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചു കഴിഞ്ഞ് ഈ ശരീരം കത്തിച്ചു കഴിഞ്ഞ് വേറെ എവിടെയോ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരാളും അനുഭവിച്ചിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇല്ല. അപ്പൊ അത് കിട്ടാതിരിക്കേ. അതൊക്കെ എങ്ങനെയാ? സൗകര്യം പോലെ ആവട്ടെ. പക്ഷെ ഈ ജീവിതത്തിൽ എങ്ങനെയാവണം? സുഖം ഉണ്ടാവണം. ഈ ജീവിതത്തിൽ സുഖം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഏകാഗ്രത വേണം. എന്ന് പറഞ്ഞാലോ, ചിന്തകളില്ലാത്ത ഒരു മനസ്സ് വേണം. നിശ്ചലമായ ഒരു മനസ്സ്. അതാണ് അമൃത്, അതാണ് മോക്ഷം, അതാണ് ഏകാഗ്രത. അതിന് എന്ത് വേണമെങ്കിലും വിളിച്ചോ. അതാണ് ഏറ്റവും അവസാനം കിട്ടുന്നത്. ചിന്തകളില്ലാത്ത ഒരു മനസ്സ് പറ്റുമോ? കണ്ണ് തുറന്നാൽ, രാവിലെ ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്നാൽ അപ്പോൾ തുടങ്ങണത് പിന്നെ ഉറങ്ങുമ്പോഴാണ്. ഉറക്കത്തിലും ചിലപ്പോൾ വരും. ഉറക്കത്തിൽ ഇതൊന്നുമില്ലേ, മനസ്സുമില്ല, ബുദ്ധിയില്ല, ശരീരമില്ല, ഒന്നുമില്ല. എന്നാലും ചിലപ്പോ ഇവിടെ 8 അധ്യായം വായിക്കാൻ കിട്ടി. ഇത് സപ്താഹത്തിന് 8 അധ്യായം വായിക്കാൻ കിട്ടി. കണ്ണ് തുറക്കുന്ന എന്താ? പോയിട്ടില്ല. ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോ. നമ്മളെ മനസ്സിൽ അത് തന്നെയല്ലേ ചിന്തിച്ചിരിക്കണേ. എത്ര അധ്യായം കിട്ടി ഒക്കെ നമ്മുടെ ചിന്ത. അപ്പൊ നമുക്ക് അതൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ മനസ്സില്ല, ബുദ്ധിയില്ല, അവിടെ ഒന്നുമില്ല. എന്നാലും നമ്മൾ ചിലപ്പോ സ്വപ്നം കാണുന്നു അല്ലെ? അപ്പോഴും ചിന്തകൾക്ക് കുറവില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോഴും നമ്മുടെ മനസ്സ് ഉറങ്ങിക്കിടക്കുക. എന്നിട്ടും അതിന് പണിയാ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ
അതാണ് വേണ്ടത്. മോക്ഷം, അമൃത് എന്നൊക്കെ പറയുന്നത് ചിന്തകളില്ലാത്ത ഒരു മനസ്സാണ്, ഏകാഗ്രമായ ഒരു മനസ്സ്. ഭഗവാനെ തന്നെ വിചാരിച്ചു അങ്ങനെ യാതൊരു ചിന്തകളുമില്ലാതെ, എന്താ, അലയില്ലാത്ത കടൽ പോലെ, തിരമാലയില്ലാത്ത കടൽ പോലെ സുന്ദരമായ ഒരു മനസ്സ്. അതാണ് അമൃത്, അതാണ് വേണ്ടത്.